കർത്താവിന്റെ ധന്യ തിരുനാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂം പ്ലാറ്റ്ഫോമിൽ കൂടി നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ കർത്താവിന്റെ ദാസൻ ബിനോയ് തോമസ് പാസ്റ്റർ കുടുംബം, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് വന്ദനം ചൊല്ലുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ആരാധനയെ നയിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ, വിശേഷാൽ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലായിരുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഈ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ ദൈവസന്നിധിയിലെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുവാൻ, ഉപവാസത്തോട് കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി. ഉപവാസ പ്രാർത്ഥനയിലെ വ്യക്തമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാനും, ആമേൻ, അല്ലെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണോ അത് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മോട് അരുളി ചെയ്യുവാൻ, ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കപ്പെടുന്ന പകലായി മാറുവാൻ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ട ദൈവിക വിടുതലുകളെ ഈ ദിവസങ്ങളിൽ കർത്താവ് ഉപവാസ പ്രാർത്ഥന മുഖാന്തരം ദൈവം നമുക്ക് വേണ്ടി ചെയ്തെടുക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ കൂടെ അല്പനിമിഷങ്ങൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിന്ന് പകലിൽ ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ദൈവമക്കൾ അല്പനിമിഷങ്ങൾ അധരങ്ങളെ തുറന്ന് കർത്താവെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാ കണ്ണുകളും അടച്ച് അല്പ നിമിഷങ്ങൾ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകവും അധികാരത്തോടുകൂടെ ദൈവസന്നിധി അല്പനിമിഷങ്ങൾ വാ തുറന്ന് കർത്താവിന് അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാം വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നെങ്കിലും നാം ഇരിക്കുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, 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 ചില ദുർഘടങ്ങളെ നിരപ്പാക്കുന്നവൻ നമുക്ക് വേണ്ടി ഇന്ന് പകലിലും നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ, അതായത് ജഗൽക്കമന ഹസ്തരാ ജഗൽക്കമന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, 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 നമ്മെക്കുറിച്ചുള്ള, നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള, നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള വ്യക്തമായ ദൈവിക പദ്ധതികള് ഈ ദിവസങ്ങൾ വെളിപ്പെട്ടു വരുവാൻ, ആമേൻ, ചലിക്കാതെ കിടക്കുന്ന ചിലതൊക്കെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന മുഖാന്തരം ചലിക്കപ്പെടുവാൻ, ആമേൻ, അല്ലെങ്കിൽ ബ്ലോക്കായി നിൽക്കുന്ന ചിലത് ഈ ദിവസങ്ങൾ ഓപ്പണായി വരുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ ആമേൻ എന്ന് സെരുബാബേലിനോട് പറഞ്ഞ ദൈവം ഇന്ന് പകല് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ മുമ്പിൽ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ചില മതിലുകള് ഇന്ന് പകൽക്കാലം തകർന്നടിയപ്പെടുന്ന ദിവസമായി മാറുവാൻ വിശ്വാസത്തോട് ഒരുമിച്ച് ചേർന്ന് വായുകളെ തുറന്ന് അധരങ്ങളെ തുറന്ന് യേശുവിന്റെ അധികാരമുള്ള നാമം ജനാധികൾക്കമന പ്രിയകർത്താവ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെക്ഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെ കുടുംബത്തെ ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവസഭയിൽ എല്ലാ ദൈവമക്കൾക്കായി വ്യത്യസ്തമായ വിഷയങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് ഇടയാക്കിയല്ലോ. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളോട് വചനത്തിൽ കൂടി സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വ്യക്തമായിട്ട് ഇടപെടുമാറാകണമേ കർത്താവെ. അങ്ങ് തന്നെ ഇടപെടുവാൻ, അങ്ങയുടെ മാനുഷിക ശബ്ദമല്ല ദൈവിക ശബ്ദം കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗമിടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. കർത്താവിന്റെ മഹത്വമുള്ള തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ വാസ പ്രാർത്ഥനയില് പ്രാരംഭമായ നിമിഷം ദൈവസന്നിധി നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. വാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ആമേൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുകയും ദൈവസന്നിധി നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുകയും ആമേൻ നമ്മളെ തന്നെ കണ്ടുണരുകയും ചെയ്യുന്ന ദിവസങ്ങളാണല്ലോ ഉപവാസ പ്രാർത്ഥന. ഉപവാസ പ്രാർത്ഥനയിൽ കൂടി ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീരും. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം യോശുവ ജനത്തോട് പറയുകയാണ്, ആമേൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ആമേൻ, യഹോവ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. എപ്പോൾ അതിശയം പ്രവർത്തിക്കും? നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ശുദ്ധീകരിക്കപ്പെടുന്ന ജനത്തിന്റെ നടുവിൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ദൈവം ഇടവരുത്തും. അതുകൊണ്ട് പ്രാരംഭമായ നിമിഷം എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടുണർന്നുകൊണ്ട് അവൻ ദൈവവാദപ്പെടുത്തി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുവാനിടയാകും. എന്താണ് ദൈവം
തന്റെ ജനത്തിനു വേണ്ടി അവിടെ ചെയ്തതെന്നോ ഓർപ്പിച്ചിട്ട് വേഗത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ച വചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ സ്തോത്രം അവരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽവെള്ളിൽ നിന്ന് ഒഴുക്ക് വെള്ളം ചിറ പോലെ നിൽക്കുവാനിടയായി. 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേലിൽ നിന്ന് ഒഴുക്ക് വെള്ളം ചിറ പോലെ നിൽക്കും. പ്രിയരെ, ജനം ശുദ്ധീകരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നാളുകളായി മുന്നോട്ട് പോകുവാൻ കഴിയാത്ത, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നാളുകളായി മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ യോർദാന്റെ ശക്തിയെ ദൈവം അവരുടെ മുമ്പിൽ വഴി തുറക്കുവാനിടയായി. എന്ന പ്രാരംഭത്തിലെ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാണ്, ശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ സ്തോത്രം. പ്രാരംഭത്തിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതുവരെ തുറക്കപ്പെടാത്ത ചില വഴികളെ, ഇതുവരെ അടച്ചു വെച്ചിരിക്കുന്ന ചില വഴികളെ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്ന പകലാണ്. ഒന്നുകൂടെ പറയാണ്, ഇതുവരെ അടയപ്പെട്ട ചിലത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറഞ്ഞാൽ വിശ്വാസത്തോട് ആമേൻ പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനത്തെ സ്വീകരിക്ക്. മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിർത്തിക്കൊണ്ട് ചിലതിന്റെ അടിസ്ഥാനങ്ങൾ നാളുകളായി ഒഴുകി നിന്റെ മുമ്പിൽ കൂടി നടക്കുന്ന ചില അനുഭവങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാമല്ലോ, കൊയ്ത്ത് കാലത്ത് പോലും കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ, ഈ വെള്ളം ഒരിക്കലും തെളിഞ്ഞു കാണാറില്ല. ഈ വെള്ളം ഒരിക്കലും തെളിഞ്ഞൊരു അനുഭവത്തിൽ വന്നിട്ടില്ല. ഹല്ലേലൂയ. കലങ്ങിക്കിടക്കുന്ന അനുഭവമാണ്, കലങ്ങിക്കിടക്കുന്ന അനുഭവം. കലങ്ങിക്കിടക്കുന്ന ചില അനുഭവങ്ങള്, സ്തോത്രം, തെളിയാതെ കിടക്കുന്ന ചില അനുഭവങ്ങള്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് ആ വെള്ളത്തിലേക്കൊന്ന് ചവിട്ടിയപ്പോൾ അവിടെ ഒരു പ്രത്യേക പദം എഴുതിയിട്ടുണ്ട്, മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കാം, കലങ്ങിക്കിടക്കുന്ന, തെളിയാതെ കിടക്കുന്ന, ഒരിക്കലും തെളിയത്തില്ലെന്ന് പറയുന്ന, ഒരിക്കലും തെളിയാൻ സാധ്യതയില്ലെന്ന് പറയുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ശക്തമായി കർത്താവ് പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ സമർപ്പിച്ചു കൊടുത്താൽ ദൈവം തന്റെ ജനത്തിനു വേണ്ടി കരകവിഞ്ഞ് ഒഴുകുന്ന, ഒരിക്കലും ഇത് നിശ്ചലമാകത്തില്ലെന്ന് പറയുന്ന, ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം ഇത് മുന്നോട്ട് വിടത്തില്ലെന്ന് പറയുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവം ഈ ഉപവാസപ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. ഉപവാസപ്രാർത്ഥനയിൽ ഈ സൂമിൽ കൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് ശക്തമായിട്ട് പറയുന്നു, ചില വിഷയങ്ങളുടെ മുമ്പിൽ നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്ത് കണ്ണുനീരോട് ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമോ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് പറയും, കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ നിശ്ചലമാകത്തില്ലെന്നും ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് നിന്റെ കാതിൽ മന്ത്രിക്കുമ്പോ ഇന്ന് പകൽ കർത്താവ് പറയുകയാണ്, കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ, ഉള്ളംകാൽ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ വക്കത്ത് മുങ്ങിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ. 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, അല്ലേലിയ അല്ലേലിയ പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. കൊയ്ത്ത് കാലത്തൊക്കെ യോർദാൻ തീരമല്ല കവിഞ്ഞൊഴുകും. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്തും മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നിട്ട് വെള്ളം രണ്ടായി പിരിഞ്ഞ് ചിറ പോലെ നിന്നു. എന്തിനു വേണ്ടി? തന്റെ ജനത്തിന് അക്കരെ എത്തുവാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ
പകൽക്കാലം ഞാൻ പറയാം, ആമേൻ, മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കണമെങ്കിൽ പ്രതലമായി നിൽക്കുന്ന കണ്ണുകൾ കൊണ്ട് കാണുന്ന ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ട ചില പ്രശ്നങ്ങളെ അല്ല ഇന്ന് പകൽക്കാലം ദൈവം തൊടാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ അടിസ്ഥാനങ്ങളെ ഇന്ന് പകലിൽ ദൈവം തൊട്ടുകൊണ്ട് ദൈവം തന്നെ നീതി തന്റെ ജനത്തിന് വേണ്ടി, ഒന്നുകൂടെ പറയാം, ഉപവസിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി, ഉപവസിക്കുന്ന തന്റെ സഭയ്ക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. നാളുകളായി ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുന്ന, നാളുകളായി ചലിക്കാതിട്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ആമേൻ, മുമ്പിൽ കാണുന്ന പ്രശ്നമല്ല വലുത്, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആമേൻ, മേൽവെള്ളത്തിന്റെ ഒഴുക്കും എന്നെങ്കിൽ മാത്രമേ ആമേൻ ചിലതിന്റെ മുൻപിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം ശക്തമായി പറയുന്നു, ആമേൻ, നീ കാണാത്ത പ്രതലത്തിൽ ആമേൻ നിന്നെ പുറകോട്ട് വലിക്കുന്ന, നീ വാലിൽ കാണാത്ത പ്രതലത്തിൽ നിന്നെ പുറകോട്ട് കൊണ്ടുപോകുന്ന ചില അനുഭവങ്ങളെ ഈ പ്രാർത്ഥനയുടെ പ്രാരംഭ സെക്ഷനിൽ പരിശുദ്ധാത്മാവ് ആമേൻ അതിനെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധി കരങ്ങളെ അടിച്ച് അല്പനിമിഷങ്ങളൊന്ന് സ്തോത്രം ചെയ്യട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശുദ്ധീകരിക്കപ്പെട്ട ജനത്തിന് വേണ്ടി, ദൈവസന്നിധി സമർപ്പിക്കപ്പെട്ട ജനത്തിന് വേണ്ടി, ആമേൻ, സ്തോത്രം, വഴിയും വാലില്ല ആമേൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത ജനത്തിന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ ഉപവാസപ്രാർത്ഥനയുടെ പ്രാരംഭ നിമിഷം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്ന ഒരു ശുദ്ധീകരണത്തിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ശുദ്ധീകരിച്ച ജനത്തിന് വേണ്ടി ദൈവം തന്റെ ജനത്തിന് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായി. ഉപവാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഓർപ്പിച്ചല്ലോ, ആമേൻ, അല്ലെങ്കിൽ സാധാരണ ഒരു പ്രാർത്ഥനയല്ല, വില കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് ശൗമന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം, അതിന്റെ 7-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് വായിക്കുന്നത്: അപ്പോൾ ശൗമേൻ എല്ലാ ഇസ്രായേൽ ഗ്രഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നു എങ്കിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പം ശ്രദ്ധിക്കണേ, ആമേൻ, ഈ പ്രാരംഭ സെക്ഷൻ ഇന്ന് ആമേൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവസന്നിധിയിലേക്ക് ഒന്ന് നമുക്ക് അടുത്ത് വരാനാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് തിരിയുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ആമേൻ, നമുക്കൊന്ന് തിരിയുവാനിടയായി തീരട്ടെ പ്രിയരെ. ആത്മീയ ജീവിതത്തിൽ നമ്മൾ പലതിലും ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഭൗതികമായ നിലയിൽ ഒത്തിരി സമ്പന്നരായി. ആമേൻ, സ്തോത്രം, പലപ്പോഴും ആമേൻ, സ്തോത്രം, നാം ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം നമ്മെ ഭൗതികമായ നന്മകൾ കൊണ്ട് അനുഗ്രഹിച്ചു. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നാം എങ്ങനെ ആയിരിക്കുന്നു, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു? ഉപവാസപ്രാർത്ഥനയിൽ കയറുന്നുണ്ട്, ആമേൻ, ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആമേൻ, സ്തോത്രം, കർത്തൃദാസന്മാർ ഓർപ്പിക്കുമ്പോൾ ആമേൻ ആ ലെവലിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ പേഴ്സണൽ ആമേൻ ലൈഫിൽ, ആമേൻ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നാമും ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. പുറമെ നമുക്ക് മറ്റുള്ളവരെ പലതും കാണിക്കാൻ കഴിയും, പക്ഷെങ്കിൽ ഇന്ന് പകൽക്കാല ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ആമേൻ നമ്മൾ പുറമെ കാണിക്കുന്നത് ഒന്നും അല്ല കർത്താവ് വിലയിടുന്നത്. അകമേ ഉള്ള ദൈവിക ധ്യാനവും ദൈവസന്നിധിയിലുള്ള ദൈവിക ആമേൻ ഭയവുമാണ് ദൈവം വില വെക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് പുറമെ ആമേൻ നമ്മുടെ പാസ്റ്ററെ കാണിക്കാൻ കഴിയും, മറ്റുള്ളവരെ കാണിക്കാൻ കഴിയും, വിശ്വാസികളെ കാണിക്കാൻ കഴിയും. കർത്താവ് പറയാം, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പ്രിയരെ, ദൈവസന്നിധിയിലേക്ക് തിരിയുവാൻ കഴിയുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. പല വിഷയങ്ങളുടെയും മറുപടിയുടെ തടസ്സമെന്ന് പറയുന്നത് ആമേൻ, സ്തോത്രം, നമ്മളിലുള്ള കുറവുകൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഒന്ന് ദൈവസന്നിധി ഒന്ന് തിരിയാൻ കഴിയുമോ? ആമേൻ, ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവേ, അങ്ങയുടെ ഗിതപ്രകാരം എന്നെ അങ്ങയുടെ ഗിതത്തിലേക്ക് കൊണ്ടുവരണം. ഇവിടെ ശൗമേൽ തന്റെ ജനത്തോട് പറയുകയാണ്. ആമേൻ, സ്തോത്രം, നമുക്കറിയാം, ഹല്ലേലൂയ, പെട്ടകം പിടിക്കപ്പെട്ടു. ആമേൻ, കുന്നിന്റെ മുകളിൽ നിന്ന് പെട്ടകം അഭിനാദാവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി തന്റെ മകനായ എലയാസിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കാൻ ശുദ്ധീകരിച്ചു. അത് കിരിയത്തെ ആമേൻ എരാമിൽ ആയിട്ട് ഏറിയ കാലം 20 സംവത്സരം കഴിഞ്ഞ് ഇസ്രായേൽ ഗ്രഹമൊക്കെ യഹോവയോട് വിലപിച്ചു, നമ്മുടെ പെട്ടകം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. പെട്ടകമില്ലാത്തത് കൊണ്ട് ആമേൻ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, ചില പരാജയത്തിന്റെ പിന്നിലെ കാരണം ആമേൻ പെട്ടകത്തിന്റെ ശൂന്യതയാണ്. സ്തോത്രം, ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആമേൻ, സ്തോത്രം. ഭൗതികമായ ഒത്തിരി അനുഗ്രഹങ്ങൾ
ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ചു കാണും. നല്ല ജോലി നിങ്ങൾക്ക് കണ്ടെന്ന് വരും. ആമേൻ സ്തോത്രം. മാന്യമായ ആമേൻ പദവി നിങ്ങൾക്ക് പൊതുവെ ആമേൻ ഉണ്ടെന്ന് വരാം. ആമേൻ സ്തോത്രം. സഞ്ചരിക്കുവാൻ നല്ല വാഹനം ഉണ്ടെന്ന് വരാം. ആമേൻ സ്തോത്രം. എന്നാൽ ഉള്ളിൽ നീറുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ആമേൻ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആ പെട്ടകത്തെ അതിന് കൊടുക്കേണ്ട സ്ഥാനം, അതിന് കൊടുക്കേണ്ട മാന്യത ആമേൻ ഹല്ലേലൂയ പലപ്പോഴും ആമേൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ചില അനുഭവങ്ങളില്ലേ ഈ ദിവസങ്ങളിൽ. ആമേൻ ജനം തിരിച്ചറിഞ്ഞിട്ട് പറയാണ്, ആ പെട്ടകം നമ്മുടെ നടുവിലേക്ക് വരണം, ആ പെട്ടകം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ആമേൻ ശൗമേൽ ജനത്തോട് പറയാണ്, ആമേൻ അതുകൊണ്ട് എന്ത് ചെയ്യണം? പെട്ടകം നിങ്ങളുടെ ഇടയിലേക്ക് വരണമെങ്കിൽ ആമേൻ സ്തോത്രം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞു വരണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ തിരിഞ്ഞു നോക്കിയാ പോരാ, ഒന്ന് തിരിഞ്ഞു വരണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ദിവസങ്ങൾ നമുക്കൊന്ന് തിരിഞ്ഞു വരവിലേക്ക്, ഒരു തിരിച്ചു വരവിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ വാസപ്രാപ്തിനെ ഞാൻ ദൈവസ്ഥയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ് ജനത്തോട് പറഞ്ഞ ദൈവത്തിന്റെ ദൂതാണ്, ജനം എങ്കിലേക്കൊന്ന് തിരിഞ്ഞു വരട്ടെ. ആമേൻ ആമേൻ. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് ഈ വാസപ്രാപ്തിയുടെ പ്രാരംഭ സെക്ഷനിൽ ഒരു ദൈവപ്രവർത്തി കാണാൻ, ഒരു ദൈവശക്തി കാണാൻ, ഒരു വിടുതൽ എന്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ, ഒരു ദൈവത്തിന്റെ മഹത്വം എന്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് ഹൃദയത്തിന്റെ അകത്തളകൾ ഉറപ്പുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ദൈവജനം ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ. ശിഖമന രഗദനാദികൾ കമന വീരാജകൾ കമന വൈശംബലാജകൾ കമന ഘടകലാദി ആസനാദകൾ കമന ഘടകസി കമ്മൽ കമന. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ എന്നിട്ട് പറയാണ്, അന്യ ദൈവങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരികെയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇവിടെ പറയണ തിരികെ മാത്രമല്ല ചെയ്യേണ്ടത്, അന്യ ദൈവങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയേണ്ടതിനെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് തിരിയുക. രണ്ട്, ആമേൻ നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളയണം. നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളയാതെ ആമേൻ ഹല്ലേലൂയ അതും ഇതും കൂടെ വെച്ചുകൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീക്കിക്കളയേണ്ടതിനെ മാറ്റി നിർത്തുന്നില്ലെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. അബ്രഹാം യാഗം കഴിക്കുവാനായിട്ട് മകനെ കൊണ്ട് യാഗം കഴിക്കുവാൻ മോറിയ മലയിലേക്ക് പോകുന്ന രംഗം നമുക്കറിയാം. ആമേൻ. യാഗവസ്തുവില്ലാതെ ആമേൻ വിശ്വാസത്തോടെ മകന്റെ മുകളിലേക്ക് വിറകെടുത്ത് വെച്ച് ആമേൻ സ്തോത്രം കടന്നു പോകുമ്പോൾ അബ്രഹാം തലപൊക്കി നോക്കുമ്പോൾ ദൂരത്ത് വെച്ച് ആ സ്ഥലം കണ്ടു. ആമേൻ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കഴുതകളുമായി ഇവിടെ നിൽപ്പി, ഞാനും മകനും കൂടെ പോയി യാഗം കഴിച്ചിട്ടും മടങ്ങി വരാം. വിശ്വാസത്തിന്റെ വാക്ക് കേട്ടോ. ഞാനും മകനും കൂടെ പോയി യാഗം കഴിച്ചിട്ടും മടങ്ങി വരാം. നിങ്ങൾ ഇവിടെ നിൽപ്പീൻ. ആമേൻ. യാഗസ്ഥലത്തേക്ക് ബാല്യക്കാരെ കൊണ്ടുപോകാതെ അകറ്റി നിർത്തേണ്ടതിനെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തിയിട്ട് അബ്രഹാം യാഗം കഴിക്കുവാൻ, അബ്രഹാമും മകനും കൂടെ യാഗം കഴിക്കുവാൻ മോറിയ മലയിലേക്ക് കയറിപ്പോകുന്ന രംഗം കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ പ്രിയരെ, കയറിപ്പോകുമ്പോൾ അനവധി ചോദ്യങ്ങൾ അബ്രഹാമിനോട് മകൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? ആമേൻ സ്തോത്രം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം അല്ലെങ്കിൽ അബ്രഹാം മകനോട് പറയാണ്, മകനെ യഹോവ കരുതിക്കൊള്ളും. പ്രിയരെ, നമുക്കറിയാം യാഗപീഠം പണിതു. ആമേൻ സ്തോത്രം. വിറകടുക്കി ആമേൻ ഇസഹാക്കിനെ ആമേൻ യാഗവസ്തുവായിട്ട് ആമേൻ സ്തോത്രം യാഗപീഠത്തിന്റെ മുകളിൽ കയറ്റി കാലിൽ കിടത്തി. ആമേൻ സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം ചോദിക്കാം, യാഗം കഴിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ബാല്യക്കാരാണെങ്കിൽ ബാല്യക്കാരെ മാറ്റി നിർത്തണം. അവിടെ ബാല്യക്കാര് വന്നിരുന്നെങ്കിൽ ഇസഹാക്ക് എന്ന വ്യക്തിയെ ആമേൻ യാഗപീഠത്തിന്റെ മുകളിൽ വെക്കാൻ കഴിയത്തില്ല. എന്നാൽ ആമേൻ അബ്രഹാമിന് അറിയാം, അല്ലെങ്കിൽ എന്റെ ഈ യാഗം കഴിക്കാൻ പോകുമ്പോൾ എന്റെ ഈ യാഗത്തിൽ ആമേൻ സ്തോത്രം മാറ്റി നിർത്തപ്പെടുന്നില്ല എങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല. നോയിക്കേ ആമേൻ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, നീക്കി
കളയേണ്ടതിനെ നീക്കി കളഞ്ഞുകൊണ്ട് മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഉപവാസപ്രാർത്ഥനയിൽ നിങ്ങൾ അടുത്തു വന്നാൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തി യാഗപീഠത്തിന്മേൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഇസഹാക്കിനെ കയറ്റി കിടത്തി. അബ്രഹാം കത്തിയെടുത്തോങ്ങുമ്പോൾ ഒരു ശബ്ദം ഉയരത്തിൽ നിന്ന് കേൾക്കുന്നു. ആമേൻ. എന്താ ശബ്ദം എന്നറിയാമോ? അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്, ഞാൻ നിനക്ക് വേണ്ടിയുള്ളതൊന്ന് കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ആരോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, നിനക്ക് വേണ്ടിയുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നീ നീക്കേണ്ടത് നീക്കാതെ, മാറ്റേണ്ടതിനെ മാറ്റാതെ, ദൈവസന്നിധിയിലേക്ക് തിരിയേണ്ട പോലെ തിരിയാതെ, ആമേൻ, ദൈവത്തിന് നിന്നോടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ആമേൻ നീക്കേണ്ടതിനെ നീക്കി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെതായ പ്രവൃത്തി വെളിപ്പെടുത്തും. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും മാത്രം നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇത്രയും പറഞ്ഞെന്ന് 6-ാമത്തെ വാക്യത്തിൽ അവൻ ആമേൻ മിസ്ബയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ശമൂവേൽ ജനത്തെ ഒന്നിച്ചു കൂട്ടിയിട്ട് യഹോവയുടെ സന്നിധിയിൽ വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ ദിവസം ഉപവസിച്ചു. എന്നിട്ട് എന്തുവാ? ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കും. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്. ആമേൻ. സ്തോത്രം. ജനം പറയാണ്, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് അവിടെ വെച്ച് അവൻ പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു. ആമേൻ. സ്തോത്രം. ഫെലിസ്ത്യർ ആമേൻ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ട് ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്കു വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ പ്രിയരെ. ആമേൻ. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ ദൈവജനം ചെയ്തു കഴിഞ്ഞപ്പോൾ, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ, ദൈവത്തിങ്കിലേക്ക് അടുത്തു കഴിഞ്ഞപ്പോൾ, ആമേൻ ഹല്ലേലൂയ, ശമൂവേൽ മിസ്പയിൽ ജനത്തെ ഒന്നിച്ചു കൂട്ടിയിട്ട് പറയാണ്. എന്തോ പറഞ്ഞത്? ആമേൻ, നമുക്കൊന്ന് ഉപവസിക്കാം. ഉപവാസത്തിന് മുമ്പ് ചെയ്യേണ്ടത് ദൈവത്തിങ്കിലേക്ക് തിരിയുക. ആമേൻ. വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുക. നീക്കി നിർത്തേണ്ടതിനെ നീക്കി നിർത്തുക. അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്, യഹോവയിലേക്ക് തിരികെയും ആമേൻ അസ്തരോസ് പ്രതിഷ്ഠകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യുകയും. ആമേൻ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു പക്ഷങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആമേൻ സ്തോത്രം വിഗ്രഹങ്ങൾ കണ്ടില്ലെന്ന് വരാം. ആമേൻ. അന്യ ദൈവങ്ങൾ ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷെങ്കിൽ പലതിനെ നമ്മൾ ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം കൊടുത്ത്, ദൈവത്തെക്കാൾ കൂടുതൽ ആമേൻ സ്ഥാനം, ആമേൻ അർഹമായ സ്ഥാനം ദൈവത്തിന് കൊടുക്കേണ്ടതിന് പകരം പലതിനും നമ്മൾ ആമേൻ സ്ഥാനം കൊടുത്തിരിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം ഒരു ആമേൻ പ്രതിഷ്ഠ പോലെ, ആമേൻ സ്തോത്രം, അതെല്ലാം ഒരു വിഗ്രഹം പോലെ നമ്മുടെ മുമ്പിൽ അതായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. യോശുവ പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ശ്രീമന ശബ്ദരാജകൾ കമന അർത്ഥനാജകൾ കമന ഘടകജനാദികൾ കമന ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു അതിശയം നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനുണ്ട്. വാത്സല്യ സഹോദര, വാത്സല്യ സഹോദരി, ആമേൻ, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ചില ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്തുവാനുണ്ട്. ആമേൻ. നിന്നോടുള്ള ബന്ധത്തിൽ ആമേൻ ദൈവത്തിന്റെ ചില ഇടപെടലുകൾ നിന്നോട് നടത്തുവാനുണ്ട്. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ഉപവാസ പ്രാർത്ഥനയില് ആമേൻ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ആമേൻ. നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളയുവാൻ, മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തുവാൻ, അകറ്റി നിർത്തേണ്ടതിനെ അകറ്റി നിർത്തുവാൻ, ആമേൻ ഒഴിപ്പിച്ചു നിർത്തേണ്ടതിനെ ഒഴിപ്പിച്ചു നിർത്തുവാൻ ഇന്ന് പകൽക്കാലം നീ ഞാൻ തയ്യാറാകുന്നുവെങ്കിൽ ഒരു ദൈവത്തിന്റെ അതിശയ പ്രവൃത്തി, ആമേൻ, നീ ജോലി ചെയ്യുന്ന ചില
മേഖലകളിൽ, നീ അതിൽ പാർക്കുന്ന ഇടങ്ങളിൽ ഇല്ല ആമേൻ, വിദൂര സ്ഥലങ്ങളിൽ, നിന്റെ നാട്ടിലെ ഭവനത്തിന്റെ അകത്തലങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനുണ്ട്. വിശ്വാസത്തോടെ പറ, ഇന്ന് പകൽക്കാലം ദൈവം എനിക്ക് വേണ്ടി അതിശയം പ്രവർത്തിക്കുവാൻ. മുന്നിലോട്ട് പോകാൻ കഴിയാത്ത ചില വഴികൾ, അവൻ കൊയ്ത്ത് കാലത്ത് പോലും കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ചില യോർദാൻ, യേശുവിന്റെ അധികാരമാണ് പിന്നെയും വചനം ആമേൻ പരിശുദ്ധാത്മാവ് പിന്നെ ഓർപ്പിക്കുന്നു. കലങ്ങി 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 കിടക്കുന്ന ദൈവമക്കൾ അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാണ്ട് ആർത്തനാഥകർ യുവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നെങ്കിലും കലങ്ങി കിടക്കുന്ന ചില വിഷയങ്ങൾ ആർക്കും പരിഹരിക്കുവാൻ കഴിയാതെ, ആർക്കും ഒരുമിപ്പിക്കുവാൻ കഴിയാതെ, ആരെയും കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാതെ ഇതെങ്ങനെ തെളിയുമെന്ന് ചോദിക്കുന്ന എന്റെ വിഷയത്തിന്റെ നടുവിൽ ഇതെങ്ങനെ തെളിയും? ആരെ കൊണ്ട് തെളിക്കാൻ പറ്റും? ആമൻ ഈ വെള്ളം എങ്ങനെ തെളിയുമോ? ആമൻ കാരണം കൊയ്ത്ത് കാലത്ത് പോലും കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. അകത്തളങ്ങളിൽ നിന്ന് ആമൻ അല്ലെങ്കിൽ ഇളകി മറിച്ചുകൊണ്ടിരിക്കുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധന്മാ പറയുന്നു ആമൻ ഇത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അകത്തളങ്ങൾ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ, ചില വാക്കുകളുടെ നടുവിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ആമൻ ദൈവത്തിന്റെ കര, ആമൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അല്പനിമിഷങ്ങൾ ദൈവജനം ഒരുമിച്ച് സ്തോത്രം ചെയ്താണ്. കർത്താവിനോട് പറയും, ഞാൻ ചിലതിനെ തെളിക്കാൻ ആഗ്രഹിക്കുക. കലങ്ങി കിടക്കുന്ന ചിലത് ആമേൻ ഹല്ലേലൂയ. ദൈവം ഇന്ന് പകൽക്കാലം തെളിക്കുവാൻ ആഗ്രഹിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു ആമേൻ കലങ്ങി കിടക്കുന്ന ചില വിഷയങ്ങളെ, ആമേൻ കലങ്ങി മറിയുന്ന ചില വിഷയങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഓ റീകാമനമന ഘടകദന ദിഗൽകമന ഘടക ശാന്തൽകമന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓ ബാലവ ശാന്തരേ ദിഗൽകമന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ചില അനുഭവങ്ങൾ ഒരിക്കലും തെളിയേയില്ല എന്ന് പറയുന്ന ചില മേഖലകളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം തൊട്ടുകൊണ്ട് ചില വ്യക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ജോലി സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ, കുടുംബതലങ്ങളിൽ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ, ആമേൻ തലമുറകളോടുള്ള ബന്ധത്തിൽ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുകയാണ്, ഞാൻ അതിനെ തൊടാൻ ആഗ്രഹിക്കുക. ശ്രീകറബല ഘടക ശ്രീകാന്തര യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് യേശുവിന്റെ അധികാരം കർത്താവിനോട് പറയുകയാണ്. ആമേൻ ഇപ്പോഴത്തെ ആമേൻ അവസ്ഥ കണ്ടുകൊണ്ട്, ഇപ്പോഴത്തെ സാഹചര്യം കണ്ടുകൊണ്ട്, ഇപ്പം കലങ്ങി നിൽക്കുന്ന ചില അനുഭവങ്ങൾ കണ്ടുകൊണ്ട് നീ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുകയാണ്, ഈ യുവാസ പ്രാർത്ഥന നിന്റെ വിടുതന്റെ ദിവസമായി തീരുക. ഇന്നത്തെ ഈ സെക്ഷൻ ദൈവത്തിന്റെ വിടുതന്റെ നിമിഷമായി മാറുകയാണ്. ആമേൻ ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുക. വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി വരും. നിഷ്പയിൽ അവർ ഒന്നിച്ചു കൂടുക കേട്ടോ. നിഷ്പയിൽ അവർ ഒന്നിച്ചു കൂടി. അതിനൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഒന്നിച്ചു കൂടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഒരു മനസ്സോടെ വരണം കേട്ടോ. ആമേൻ ജനം ഒന്നിച്ചു കൂടി കേട്ടോ. ആമേൻ ഒന്നിച്ചു കൂടി. ഒരുമനപ്പെടാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ, ഒരുമനപ്പെടാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ യേശുവിന്റെ അധികാരമുള്ള കർത്താവ് ഇത് ഓർപ്പിക്കുകയാണ്. ആമേൻ ഈ ഹാലലി ഭാഗ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ആമേൻ ഒരുമനപ്പെടാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ, ആമേൻ പല വിടുതലുകളെയും തടസ്സമാണ് കേട്ടോ. ഇതൊക്കെ ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഒരുമനപ്പെടാൻ കഴിയാത്ത ചില മേഖലകളെ ദൈവം ഇന്ന് പകൽക്കാലം ഒരുമിപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ദൈവസന്നിധി സ്തോത്രം ചെയ്തോ. ആമേൻ കർത്താവിനോട് പറയുന്ന ദൈവിക ശബ്ദമാണ് ഇന്ന് പകൽക്കാലം ജനത്തിന് മേൽ ഞാൻ കൈമാറുന്നത് കേട്ടോ. ആമേൻ ജനത്തിന് ഒരുമനപ്പെടാൻ കഴിയാതെ, ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഒരുമനപ്പെടാൻ കഴിയാതെ, പുറമേ കാണുമ്പോൾ ചിരിയുണ്ട്, പുറമേ കാണുമ്പോൾ ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ
ശരിയാണെന്ന് തോന്നും. പക്ഷെ അകത്തളങ്ങളിൽ ഒരുമനപ്പെടാൻ കഴിയാതെ ആയിരിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവ് പറയാണ്, ജനം ഒരുമിച്ച് കൂടുന്നിടത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ച് കൂടി, ആമേൻ, അല്ലെങ്കിൽ അപ്പനും അമ്മയും മക്കളും കൂടെ ഒരു മനസ്സോടെ വന്നു, ദൈവസഭ ഒരു മനസ്സോടെ ചേർന്നു. ആമേൻ. ദൈവസഭ ഒരു മനസ്സോടെ ചേരുമ്പോൾ ആമേൻ യാമേൻ യാമേൻ ശബലഘടുരാധികൾക്കമനഘടകന ഒരു മനസ്സ് പെടാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ കൂടി ജനത്തെ മാറ്റിക്കൊണ്ടുപോകുന്ന ചില അനുഭവങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദർശിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു മനസ്സോടെ ദൈവസന്നിധി കടന്നു വരുമ്പോൾ പലതിനെയും ഒരുമിപ്പിക്കാൻ കഴിയാതെ, പലതിനെയും ഒരുമിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് അർത്ഥനാജകൽക്കമന ശക്തമായിട്ട് ദൈവസഭയോട് ഇന്ന് പകൽക്കാലം ആമേൻ ആത്മാവ് ഇടപെടുകയാ. ഓമേൻ ഒരുമിപ്പിച്ചാൽ ആമേൻ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് കണ്ടുകൊണ്ട് ആമേൻ പലതിനെയും ഹല്ലേലൂയ ഒരുമനപ്പെടാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ കൊണ്ടുവിടുന്ന ആമേൻ ചില അനുഭവങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം വെട്ടിമാറ്റാൻ ആഗ്രഹിക്കുന്നു. അഭിഷേകത്തിനെ ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം സഭയോട് ഇടപെടുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ആമേൻ റാഖമന ശാന്തരാജകൽക്കമന ഒരുമിച്ച് നിന്നാൽ ചില ദൈവപ്രവൃത്തി വെളിപ്പെടും. എന്നാൽ ഒരുമിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ ചില വാക്കുകൾ കൊണ്ടിട്ട് ആമേൻ ചില ആമേൻ പ്രവർത്തികളെ മുന്നിൽ കാണിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ പുറകോട്ട് മാറ്റിക്കൊണ്ടു പോകുന്ന ചില അനുഭവങ്ങൾ ചില വ്യക്തികളിലേക്ക് കൊണ്ടിട്ടുകൊണ്ട് ആമേൻ ഹല്ലേലൂയ വളർച്ചയെ മുരടിപ്പിക്കാൻ നോക്കുന്ന ചില ഇരുട്ടിലെ ശക്തികളെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ പകലിൽ ദൈവസഭയ്ക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവം ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വാസത്തോട് ഒരുമിച്ച് അല്പനിമിഷങ്ങൾ ആത്മാവിൽ സ്തോത്രം ചെയ്യുക. ഒരുമിക്കുവാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ, ഒരുമിപ്പിക്കത്തില്ലെന്ന് പറയുന്ന ചില അനുഭവങ്ങൾ ആമേൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ആമേൻ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ ചിലതിന്റെ അകത്ത് ഭിന്നത കൊണ്ടിട്ട് ആമേൻ സഭയുടെ വളർച്ചകളെ തകർത്ത് കളയാൻ ആമേൻ വെല്ലുവിളിക്കുന്ന ചില മേഖലയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അറിയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും. അർച്ചനാദികൾക്കമന ഘടക ശിഖാലഘടകരാജകൾക്കമന ഈജാലഘടരാജകൾക്കമന ശിഖാമന ഘടക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജനം ഒരുമിച്ച് കൂടി, 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 ജനം ഒരുമിച്ച് കൂടി യുവാസ പ്രാർത്ഥനയിൽ ഒരു മനസ്സോടെ ജനം ഒരുമിച്ച് കൂടി. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഒരുമിച്ച് കൂടിയപ്പോൾ ആമേൻ ഒരു മനുഷ്യ കൂടിയെന്ന് കേട്ടപ്പോൾ ഫെലിസ്ത്യൻ അടങ്ങിയിരുന്നില്ല. ആമേൻ. ശ്രദ്ധിക്കണേ. ആമേൻ. ഹല്ലേലൂയ. ഇന്നലെ വരെ ഇല്ലാത്ത പ്രതിസന്ധി പിന്നെയും പൊങ്ങി വരികയാ. ശ്രദ്ധിക്കുക. ആമേൻ. ഒരുമിച്ചു എന്ന് കേട്ടപ്പോൾ ഫെലിസ്ത്യൻ അടങ്ങി. ഏഴാമത്തെ വാക്യം ഒന്നിച്ചു കൂടി എന്ന ഫെലിസ്ത്യർ കേട്ടപ്പോൾ ആമേൻ ആമേൻ ഇസ്രായേലിന്റെ നേരെ അവർ വന്നു. എന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? എട്ടാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ ശൗമേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. ഇന്നലകളിൽ ഇല്ലാത്ത ചില പ്രതിസന്ധികൾ ഒരുമിച്ച് കൂടിയപ്പോൾ ആമൻ ഫെലിസ്ത്യൻ അടങ്ങിയിരുന്നില്ല. കാരണം ആമൻ ഫെലിസ്ത്യൻ അറിയാം, ഇവർ ഒരുമിച്ച് കൂടിയാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ജനം ഒരുമിച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഫെലിസ്ത്യന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ വീണ്ടും യുദ്ധത്തിന് വേണ്ടി അടുത്തു വരികയാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ 9-ാമത്തെ വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്. ആമേൻ ജനം വന്ന് 8-ാമത്തെ വാക്യം ജനം വന്ന് പറയുകയാണ്, ആമേൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്ത് ചെയ്യരുത്,
മതിയാക്കരുത്, മതിയാക്കരുത്, പ്രാർത്ഥന മതിയാക്കരുത്, പ്രാർത്ഥന മതിയാക്കരുത്. 9-ാമത്തെ വാക്യം, അപ്പോൾ ശൗമേൽ പാല് കുടിക്കുന്ന ഒരാട്ടിൻകുട്ടി എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ശൗമേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, അവിടെ പറയാണ്, ശൗമേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കും ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടക്കടുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ഒരു സൈഡിൽ ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സൈഡിൽ ഹോമയാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഫെലിസ്ത്യൻ അടങ്ങിയിരുന്നില്ല. ഫെലിസ്ത്യൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ആമേൻ, സ്തോത്രം, ഫെലിസ്ത്യൻ പടക്കടുത്തുകൊണ്ടിരിക്കുക. ഈ ഉപവാസപ്രാർത്ഥന, ആമേൻ, ഇന്ന് പകൽക്കാലം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പല ഫെലിസ്ത്യ ശക്തികളും അടുത്തുകൊണ്ടിരിക്കുക. പേടിക്കരുത് കേട്ടോ, പേടിക്കരുത്, പേടിക്കരുത്. ഫെലിസ്ത്യൻ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആമേൻ പ്രാർത്ഥിക്കുന്ന ഒരു ശൗമേ, ആമേൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ജനം പറയുക, എന്തോ ജനം പറയുന്നത്? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്, മതിയാക്കരുത്, മതിയാക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം, അല്ലെങ്കിൽ ഇടിവിൽ നിൽക്കുന്ന ചിലര് നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് കൊണ്ട് പലതിന്റെ അകത്തുനിന്നും നീയും ഞാനും രക്ഷപ്പെട്ടു പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ, ഇടിവിൽ നിൽക്കാൻ ഒരു അതിശക്തനെ ദൈവം നിയോഗിച്ചു വെച്ചിരിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു അഭിഷക്തൻ, ആമേൻ, സമയം കളഞ്ഞ്, ആമേൻ, സമയം ഓർമ്മിച്ച്, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് രാവും പകലും നിന്ന് ഇടിവിൽ നിൽക്കുമ്പോൾ പലതും നിന്റെ നേരെ പടക്കടുത്തു വരുന്നുണ്ട്. ആമേൻ, പ്രാർത്ഥന മതിയാക്കാതെ വണ്ണം, പ്രൈസ് ദി ലോർഡ്, കുടുംബത്തിന്റെ കാര്യം മാറ്റിവെച്ച്, സ്വന്തം കാര്യം മാറ്റിവെച്ച്, ഏൽപ്പിച്ച ജനത്തിന് വേണ്ടി, ആമേൻ, പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, പലതും, ആമേൻ, നീ കാണാത്ത തലത്തിൽ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ദൈവം, ആമേൻ, പ്രാർത്ഥനയെ കേട്ട് തന്റെ ജനത്തിന് വേണ്ടി, ആമേൻ, അപകടങ്ങളെ മാറ്റി, അനർത്ഥങ്ങളെ മാറ്റി, ആമേൻ, ദൈവം തന്നെ ജനത്തെ സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്ത് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. നിലകളിൽ നിന്റെ ജീവിതത്തിൽ നേരെ കയറി വന്ന ചില അനർത്ഥങ്ങൾ, ചില അപകടങ്ങൾ, ആമേൻ, ഇന്ന് നിന്നെ ഈ ഭൂമുഖത്തുനിന്ന് വെച്ചേക്കില്ലെന്ന് പറഞ്ഞ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, തകർത്ത് കളയാൻ വെല്ലുവിളിച്ചപ്പോഴും ഓർത്തോണം, പ്രാർത്ഥിക്കുന്ന, ആമേൻ, ഒരു അഭിഷക്തനെ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയെ അതിന്റെ പിന്നിൽ, ആമേൻ, നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയത് കൊണ്ട് പല അനർത്ഥങ്ങൾ തന്നു. തമ്പുരാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും വിടുവിച്ചത് ഓർത്തെങ്കിലും ദൈവത്തിന് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ കഴിവ് കൊണ്ടല്ല പ്രിയരെ, നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവമാണ് നമ്മെ സൂക്ഷിച്ചത്. ആമേൻ, അതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കാൻ, ആമേൻ, പലരെയും ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, ആമേൻ, 9-ാമത്തെ വാക്യം, ആമേൻ, യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഫെലിസ്ത്യൻ ഇസ്രായേലിനെ പടക്കെടുത്തു. എന്നാൽ, ആമേൻ, സ്തോത്രം, യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. പ്രൈസ് ദി ലോർഡ്. ശൗമേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിച്ചു എന്ന് കേട്ട് ഫെലിസ്ത്യർ അടുത്തുകൊണ്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം, ആമേൻ, ഫെലിസ്ത്യന്റെ നേരെ വലിയ ഇടി മുഴക്കി അവരെ പരിഭ്രമിച്ചു. ഇസ്രായേലിനോട് അവർ തോറ്റു. പ്രൈസ് ദി ലോർഡ്. 11-ാമത്തെ വാക്യം, ഇസ്രായേൽ മിസ്രയിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്ന് ബേത്കാരിന്റെ താഴ്വര വരെ അവരെ സംഗ്രഹിച്ചു. പിന്നെ ശൗമേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യ നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞതിന് യവനേശ്വർ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. 13 മുതലുള്ള വാക്യങ്ങൾ ദൈവം തന്നെ ജനത്തിന് കൊടുക്കുന്ന ദൈവിക ദൂതാണ്. ശ്രദ്ധിച്ചു കേട്ട്, ആമേൻ, ഇങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവശക്തിയോടെ ഞാൻ പറയാണ്, ഒതുങ്ങാത്തത് പലതും ദൈവം ഈ ദിവസങ്ങൾ നിനക്ക് വേണ്ടി ദൈവം ഒതുക്കാൻ പോകുക. ആരെ കൊണ്ട് ഒതുക്കാൻ പറ്റാത്ത ചിലതിനെ, ആമേൻ, ആരൊക്കെ പറഞ്ഞിട്ട് ഒതുങ്ങാത്ത ചിലത് നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേരെ,
നേരെ ഉയർന്നു പൊങ്ങി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഒതുങ്ങാത്ത ചിലതിനെ ഈ ദിവസങ്ങൾ ദൈവം തന്റെ ജനത്തിനു വേണ്ടി, ആമേൻ, ദൈവം കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം ഒതുക്കാൻ പോവുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. ഇങ്ങനെ ഫെലിസ്ത്യൻ ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങി. ആമേൻ. കർത്താവിനോട് പറയുന്നു, ആമേൻ, അല്ലെങ്കിൽ ദൈവജനത്തിന് ആധിപത്യം പുലർത്തിക്കൊണ്ട്, ആമേൻ, ദൈവജനത്തെ ഒതുക്കി കളയുവാൻ, ദൈവജനത്തിന്റെ ആത്മീയത ഇല്ലാതാക്കുവാൻ പ്രബലപ്പെട്ടു നിൽക്കുന്ന ചിലതിനെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് ഒതുക്കുന്ന ദിവസങ്ങളാണെന്ന് ആത്മാവിനകത്ത് ശക്തമായിട്ട് ഇടപെടുകയാ. ആമേൻ. ഒതുങ്ങത്തില്ലെന്നും ആമേൻ ഞാൻ അതിനെ ഒതുക്കുമെന്നും ഒക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചും നിൽക്കുന്ന ചില ആമേൻ ദുഷ്ട ശക്തികളെ യേശുവിന്റെ അധികാരമുള്ളതാണ്. ഒന്നുകൂടെ പറയാ, ചില ഫെലിസ്ത്യ ശക്തികളെ ദൈവം തന്നെ ജനത്തിനു വേണ്ടി ഇന്ന് പകൽക്കാലം ഒതുക്കുന്ന പകലാണെന്ന് ശക്തമായിട്ട് പറയുകയാണ്. ഇങ്ങനെ ഫെലിസ്ത്യൻ ഒതുങ്ങി. എങ്ങനെ ഒതുങ്ങി? ദൈവം ഇടി മുഴക്കിയപ്പോൾ, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ജനം ഒന്നിച്ചു. ആമേൻ. ശൗമേൽ പ്രാർത്ഥന തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മനസ്സോടെ ജനം ഇരിക്കാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. പടക്കടുത്ത ജനം കാലിൽ ഇസ്രായേലിനെ ഒരുമിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ, ആമേൻ, സ്തോത്രം, ആമേൻ, ഫെലിസ്ത്യന്റെ നേരെ ദൈവം ഇടി മുഴക്കി. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ ഫെലിസ്ത്യൻ ഒതുങ്ങി. ശബനരഗദന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒന്നുകൂടെ ഞാൻ പറയാ, ജനം ഒരുമിച്ചു പ്രാർത്ഥിക്കാൻ. ആമേൻ. ഒരു കൂട്ടരിരുന്നു. ആമേൻ. പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ചിലത് പ്രാർത്ഥനക്കെതിരെ പൊങ്ങി. പക്ഷേ ആമേൻ, ജനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ഒതുങ്ങാത്തതിന് ദൈവം ഒതുക്കാൻ തുടങ്ങി. ഒന്ന് വിശ്വസിച്ചൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ കുടുംബത്തിൽ പ്രബലപ്പെട്ടു നിൽക്കുന്ന ആമേൻ ഇരുട്ടിലെ ശക്തികൾ, ആമേൻ, ചില രോഗശക്തികൾ ഇന്നലെ കാലം ഒതുങ്ങി മാറട്ടെ. ചില രോഗശക്തികൾ ഒതുങ്ങാതെ, ആമേൻ, ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഒതുങ്ങാതെ പലപ്പോഴും പ്രബലപ്പെട്ടു നിൽക്കുമ്പോൾ ഈ പകൽ കർത്താവ് പറയാണ്, ആമേൻ, ചില രോഗങ്ങളെ ഞാൻ ഒതുക്കി കളയാൻ ആഗ്രഹിക്കുന്നു. ചില ആമേൻ വേദനകളെ ഞാൻ എടുത്തു കളയാൻ ആഗ്രഹിക്കുക. ആമേൻ. 13-ാമത്തെ വാക്യം, ഇങ്ങനെ ഫെലിസ്ത്യൻ ഒതുങ്ങി. പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതില്ല. ശൗമേലിന്റെ കാലത്തൊക്കെ യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. 14-ാമത്തെ വാക്യം, ഗത്ത് വരെ, എക്രോൻ മുതൽ ഗത്ത് വരെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങളൊക്കെയും ഇസ്രായേലിനെ തിരികെ കിട്ടി. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ, യുവാസ പ്രാർത്ഥന ദൈവം ചിലത് തിരിച്ചു തരാൻ പോവാ. ആമേൻ. ഒന്ന് വിശ്വാസത്തോടെ പറ, കർത്താവ് എനിക്ക് ദൈവം ചിലത് തിരിച്ചു തരാൻ പോകും യേശുവിന്റെ നാമത്തിൽ. കഴിഞ്ഞ നാളുകൾ അപകരിച്ചുകൊണ്ട് പോയ ചിലത്, ദൈവജനത്തിന്റെ, ഇസ്രായേൽ ജനത്തിന്റെ ചില നന്മകളെ അപകരിച്ചുകൊണ്ട് പോയ ചിലതിനെ ദൈവം ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ദൈവം തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. കർത്താവിലൊന്ന് ആശ്രയിച്ച് ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഗത്ത് വരെ, എക്രോൻ മുതൽ ഗത്ത് വരെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങളെയൊക്കെ ഇസ്രായേലിന് എന്ത് ചെയ്തു? തിരികെ കിട്ടി. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെ കൊണ്ടുപോയോ അതെല്ലാം ദൈവം, ആമേൻ, തിരികെ ലഭിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ആമേൻ. സ്തോത്രം. കിട്ടി. അവയിൽ അതിർനാടുകളും ഇസ്രായേൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ആമേൻ. സ്തോത്രം. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 13-ാമത്തെ വാക്യം, ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. പിന്നെ അവൻ വരാൻ ദൈവം അനുവദിച്ചില്ല. ശൗമേലിന്റെ കാലത്തൊക്കെ യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശൗമേലിന്റെ കാലത്തൊക്കെയും ഇസ്രായേലിന് വേണ്ടി ദൈവം, ആമേൻ, സ്തോത്രം, ആമേൻ, ഫെലിസ്ത്യർക്ക് വിരോധമായി നിൽക്കുവാനിടയിൽ. അടുത്ത വാക്യത്തിൽ എങ്ങനെ വായിക്കുന്നു? ഗത്ത് വരെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്നത്. ശക്തമായി പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ ഫെലിസ്ത്യർ പിടിച്ചു വെച്ചിരിക്കുന്ന ചിലത് ദൈവം ഈ ഉപവാസപ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം തിരിച്ചു തരാൻ ആഗ്രഹിക്കും. ഇത് ആത്മീയത്തെ ക്ഷീണിപ്പിച്ച, ഇതിന്റെ ഭൗതിക അനുഭവങ്ങളെ തകർത്തു കളഞ്ഞ ജീവിതത്തിന്റെ ചില മേഖലകൾ
ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, ചില ഫെലിസ്ത്യ ശക്തികൾ ഒതുക്കത്തക്കവണ്ണം, ആരെയും കൊണ്ടും ഒതുക്കാൻ പറ്റാത്ത ചിലതിനെ, ആർക്കും ഒതുക്കാൻ പറ്റാത്ത ചിലതിനെ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ നിമിഷം ജനം ഒന്നിച്ചു കൂടുമ്പോൾ, ജനം ദൈവസന്നിധി പൂർണ്ണ മനസ്സോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ജനം ദൈവസന്നിധിയിൽ അനുതാപത്തോട് കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ, കരകവിഞ്ഞൊഴുകുന്ന ചില യോർദാനെ, കലങ്ങി മറിയുന്ന ചില പ്രതിസന്ധികളെ, കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില അനുഭവങ്ങളെ, റീഖാന ശിഖധര ജഗൽക്കമന, ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങി. റീഖാന ജനാധര ജരാദികൽക്കമന, കമന ഘടക ശാന്തൽ കമന, ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തേ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ. കർത്താവിനോട് പറഞ്ഞ ഞാൻ ചില അടിസ്ഥാനങ്ങളെ തൊടുകയാ. നീ കാണുന്നതല്ല പ്രശ്നമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് കാണുന്നു. ഇപ്പൊ കാണുന്നതൊന്നും അല്ല പ്രശ്നം, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ചില അടിസ്ഥാനങ്ങളെ ദൈവം ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ഇന്ന് പകലിൽ കർത്താവ് തൊടാൻ ആഗ്രഹിക്കുക. ആമേൻ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നെങ്കിൽ മാത്രമേ കുഞ്ഞെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് ആമേൻ പൂർണ്ണമായി പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നം നിന്റെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ പ്രത്യക്ഷമായി പല വിധത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുമ്പോൾ ഇന്ന് പകൽക്കാലം ആ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ഒന്ന് മാറിക്കഴിയുമ്പോൾ വേറൊന്നായി, ഒന്ന് മാറിക്കഴിയുമ്പോൾ വേറൊന്നായി, ജീവിതത്തിൽ പരമ്പര പോലെ പിന്തുടരുന്ന ജനാദികൽക്കമന, അർച്ചന ജഗൽക്കമന, വൈശംധര ജഗൽക്കമന, യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ, അത് രോഗമായും ആമേൻ സാമ്പത്തിക പ്രശ്നമായും ആമേൻ മാനസികമായ ചില ക്ലേശങ്ങളായും ആമേൻ ഹല്ലേലൂയ നാളുകളായി വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഞാൻ ചിലതിന്റെ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിർത്താൻ പോകുക, ചില മേൽവെള്ളത്തിന്റെ അടിസ്ഥാനങ്ങളെ തൊടാൻ പോകുക. ആമേൻ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവം തന്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയാകും. ജനാദികൾക്കമന ആമേൻ കലങ്ങി 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 കിടക്കുന്ന ചില അനുഭവങ്ങൾ കർത്താവിനോട് ശക്തമായിട്ട് പറയും. ഈ സൂമിൽ കൂടി ഈ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ സ്തോത്രം, ഒന്നല്ല രണ്ടല്ല 3 വ്യക്തികൾ കലങ്ങി മറിയുന്ന ചില അനുഭവങ്ങൾ കൂടി കടന്നുപോയി ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിലെങ്കിലും എനിക്കൊരു വിടുതൽ വേണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളോട് ശക്തമായി പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ വിടുതലിന്റെ ഉപവാസ പ്രാർത്ഥനയാണ്. ആമേൻ ദൈവം ചിലതിനെ തൊടുന്ന ആമേൻ ദിവസങ്ങളാണ്. വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുത്തു, ശക്തമായിട്ട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ആമേൻ ചില കലങ്ങി മറിയുന്ന ചില പ്രതിസന്ധികൾ, ആമേൻ കലക്കി കളയുന്ന ചില അനുഭവങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവാത്മാവ് പറയാണ്, നാളുകളായി ദൈവസന്നിധിയിൽ ഇത് കണ്ടിട്ട് ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിയാണ്, ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന വ്യക്തിയാണ്. ആമേൻ ആമേൻ നിന്നെ ക്ഷീണിപ്പിച്ച് കളയുന്ന, നിന്നെ ഒതുക്കി കളയാൻ നോക്കുന്ന, നിന്നെ ക്ഷീണിപ്പിച്ച് കളയാൻ നോക്കുന്ന ചില അനുഭവങ്ങൾ, പ്രാർത്ഥിച്ചിട്ട് എന്തേ വിടുതലില്ലാത്തത്, ഓർച്ചിട്ട് എന്തേ വിടുതലില്ലാത്തത്, അനേകര് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തേ ഒരു മറുപടി ഇല്ലാത്തത് എന്ന് നീ നാളുകളായി ചോദിക്കുന്നു. ആമേൻ കർത്താവ് എന്നെ മറന്നതാണോ, കർത്താവ് എന്റെ വിഷയത്തെ കൈവിട്ടതാണോ എന്നൊക്കെ ആകുല ചിന്തകൾ നിന്റെ മനസ്സിന്റെ അകത്ത് ആമേൻ പലപ്പോഴും കയറി സ്ഥാനം പിടിക്കുന്നുണ്ട്. ആമേൻ ഇന്ന് പകൽക്കാലം കർത്താവ് പറയാണ്, ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, പക്ഷെ നീ ഇന്ന് പകൽക്കാലം പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്കൊന്ന് മടങ്ങി വരണം. ആമേൻ ഞാൻ നിന്നെ കൈവിടത്തില്ല, നീ എങ്കിലേക്കൊന്ന് തിരിഞ്ഞു വരാൻ തയ്യാറായാൽ, പൂർണ്ണ മനസ്സോടെ എങ്കിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ഞാൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓ റബാലബ ശാന്തല ജഗൽക്കമന റാന്തൽക്കമന ഘടക ശാന്തൽക്കമന, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ആമേൻ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ തുടങ്ങുക. ആമേൻ പരിശുദ്ധാത്മാവനോട് പറയുന്നു, ആമേൻ കലങ്ങി മറിയുന്ന ചില പ്രതിസന്ധികളെ ഇന്ന് പകൽ കർത്താവിന്റെ കരം തൊട്ട് ആമേൻ ഹല്ലേലൂയ ജനത്തിന്റെ അനുഭവങ്ങളെ ഈ പകൽക്കാല പ്രാരംഭ സെക്ഷനിൽ തന്നെ കർത്താവ് തൊടാൻ ആഗ്രഹിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതിനി തെളിയത്തില്ലേ, ഇതിനി തെളിയത്തില്ലേ എന്നുള്ള ചോദ്യം നിന്റെ മുമ്പിലുണ്ട്. ആമേൻ ഹല്ലേലൂയ. പലരും പറയുന്നു ഇനി തെളിയാൻ സാധ്യതയില്ലെന്ന്.
പലരും പറയുന്നു ഇത് മാറാൻ സാധ്യതയില്ലെന്ന്. പലരും പറയുന്നു നീ കണ്ടവരും നീ അല്ലെങ്കിൽ കേട്ടവരും നിന്നോട് പറഞ്ഞവരും പറഞ്ഞതല്ല ആമേൻ സാധ്യതയില്ലെന്ന. പക്ഷെ ഇന്ന് പകൽക്കാല കഥ പറയാണ്, ഇല്ല കുഞ്ഞെ, ഞാൻ ആമേൻ മേൽവെള്ളത്തിന്റെ ഒഴുക്കിനെ നിർത്തും. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ഞാൻ മേൽവെള്ളത്തിന്റെ ഒഴുക്കുകളെ നിർത്തും. ആമേൻ ആമേൻ ആമേൻ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. ജനം ഒരുമിച്ച് കൂടി, ജനം ഒരുമിച്ച് കൂടി. ആമേൻ. ജനം മിസ്ബയിൽ ഒരുമിച്ച് കൂടി. റീഖാലാവ ശാന്തരാജകൽക്കവന. ജനം ഒരുമിച്ച് കൂടി. റീഖാലാദര. ജനം ഒരുമിച്ച് കൂടിയപ്പോ ദൈവം തന്റെ ജനത്തിന് വേണ്ടി ആമേൻ വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. അല്ലെങ്കിൽ മിസ്ബയിൽ അവർ ഒരുമിച്ച് കൂടി. ഒരുമിച്ച് കൂടി എന്ന് കേട്ടപ്പോൾ ഫെലിസ്ത്യർ അവർക്ക് നേരെ പടക്കടുത്തു. പടക്കടുത്ത ജനത്തെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട ആമേൻ ഹല്ലേലൂയ ഇസ്രായേൽ ശൗമേലിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മതിയാക്കരുത്. പ്രാർത്ഥന വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഫെലിസ്ത്യന്റെ നേരെ വലിയ ഇടിമുഴക്കി. ഫെലിസ്ത്യന്റെ നേരെ ഇടിമുഴക്കി. അങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് പറയും, ഒതുങ്ങാത്ത ചില വിഷയങ്ങൾ ഉപവാസപ്രാർത്ഥനയുടെ പ്രാരംഭ പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒതുക്കിക്കൊണ്ട് ആമേൻ. ഇസ്രായേലിന് നേരെ വന്ന ഫെലിസ്ത്യ ശക്തികൾ നാളുകളായി അവർക്ക് നേരെ യുദ്ധം ചെയ്തത് അതിന് മേലിൽ നിനക്ക് നേരെ വരാതെ വന്നു. ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുക. ഒന്ന് വിശ്വാസത്തോടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം ചെയ്താൽ യേശുവിന്റെ നാമത്തിൽ എക്രോൻ മുതൽ ഗത്ത് വരെ ഇസ്രായേലിന്റെ നന്മയെ അപകരിച്ചുകൊണ്ട് ഫെലിസ്ത്യന് ദൈവത്തിന്റെ കരം വെളിപ്പെടുത്തി ഇസ്രായേലിന് ദൈവം അത് തിരിച്ചു കൊടുക്കുവാനിടയായി. തിരികെ ലഭിക്കാൻ സാധ്യതയില്ലെന്ന് ലോകം പറയുന്ന ചില വിഷയങ്ങൾ, ഇതൊരു ദൂതാണ്. തിരികെ കിട്ടാൻ സാധ്യതയില്ല എന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില വിഷയങ്ങളെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനു വേണ്ടി ദൈവം തിരികെ നൽകുന്ന ദിവസങ്ങളാണെന്ന് ശക്തമായിട്ട് പറയുന്നു. ശക്തമായിട്ട് ദൈവാത്മാവ് ഇടപെടുകയാണ്. അത് ഇനി കിട്ടത്തില്ല, നഷ്ടപ്പെട്ടു, അതിനി നഷ്ടപ്പെട്ടു, അതിനെക്കുറിച്ച് ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് നിന്റെ മനസ്സിൽ നീ കുറിച്ചു വെച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ ശക്തമായിട്ട് കർത്താവ് പറയുന്നു. അതൊരു പക്ഷേ ആരോഗ്യമായിരിക്കാം, നന്മയായിരിക്കാം, ആമേൻ ആമേൻ ലഭിക്കേണ്ട ചില നന്മകളായിരിക്കാം, കമ്പനികളിൽ നിന്ന് ലഭിക്കേണ്ട ചില നന്മകളായിരിക്കാം, നിന്റെ ഓഫീസിൽ നിന്ന് അർഹമായ ചില ആമേൻ നന്മകളായിരിക്കാം, ആമേൻ ലഭിക്കാൻ സാധ്യതയില്ല. അതിന് നീ പല പ്രാവശ്യം പേപ്പറുകൾ കൊടുത്തു, കയറി ഇറങ്ങിയിട്ടും ലഭിക്കാതെ മുടങ്ങി കിടക്കുന്ന ചില അനുഭവങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. അത് ഈ ദിവസങ്ങളിൽ ദൈവം തന്നെ ജനത്തിനു വേണ്ടി ഈ ദിവസങ്ങളിൽ തന്നെ ദൈവം തിരികെ നൽകി ദൈവം തന്നെ ജനത്തെ മാനിക്കുന്ന ദിവസങ്ങളാണെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ കർത്താവ് ജനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച തിരുവഴുത്തിനായി സ്തോത്രം. ദൈവം തന്നെ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തി ആദരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. വിവാസ പ്രാർത്ഥന വലിയ വിടുതലാക്കി തീർക്കണമേ. ആമേൻ. ജനം ഒരുമിച്ച് കൂടിയപ്പോൾ അടുത്തു വന്ന ഫെലിസ്ത്യ ശക്തിക്ക് നേരെ ആമേൻ സ്തോത്രം ആമേൻ യഹോവ യുദ്ധം ചെയ്ത് ഒതുങ്ങാത്തതിനെ ഒതുക്കി ജനത്തിന് ലഭിക്കേണ്ട നന്മകളെ ദൈവം തിരിച്ചു നൽകിയെങ്കിൽ ഈ CFAയിൽ ഇന്ന് പകൽക്കാലം മുതൽ നടക്കുന്ന യുവാസ പ്രാർത്ഥനയ്ക്കകത്ത് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിൽ ഉപവസിക്കുന്ന ദൈവം തന്റെ ജനത്തിന് വേണ്ടി ദൈവം ചില നന്മകളെ തിരിച്ചു നൽകാൻ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ചില ഫയലുകളെ ഓപ്പൺ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം.
ആമേൻ, നാളുകളായി ആമേൻ പെൻഡിങ് ആയി കിടക്കുന്ന ചില വിഷയങ്ങളെ ദൈവം തന്നെ ജനത്തിന് തിരികെ കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നാളുകളായി മുടങ്ങിക്കിടക്കുന്ന ചില അനുഭവങ്ങളെ ദൈവം തന്നെ ജനത്തിന് മടക്കി കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തലമുറകളോളം ബന്ധത്തിൽ കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ആമേൻ ഹല്ലേലൂയ പേയ്മെന്റുകൾ നടത്തിയിട്ടു ആമേൻ ഹല്ലേലൂയ ഫയലുകൾ ഓപ്പൺ ആകാതെ കിടക്കുന്ന ചില വിഷയങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം തോടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബിസിനസ് മേഖലകളിൽ നഷ്ടമായി കിടക്കുന്ന ചില അനുഭവങ്ങളെ, നഷ്ടമായി കിടക്കുന്ന ചില നന്മകളെ ആമേൻ തിരികെ ലഭിക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് ആമേൻ മൂടപ്പെട്ട് കിടക്കുന്ന ചില അനുഭവങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തന്റെ ജനത്തിന് വേണ്ടി മടക്കി കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ, എന്റെ ജനത്തെ ആദരിക്കണമേ. ആമേൻ സ്തോത്രം. വൈകിട്ട് നടക്കുന്ന മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കണം. അഭിഷക്തനെ പിന്നെയും ബലപ്പെടുത്തണം. ഘോഷിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അഭിഷക്തരോട് പ്രത്യേകം നന്ദി ഓർപ്പിക്കുന്നു. ആമേൻ. ഇത്രത്തോളം സമയം ദൈവം കേട്ട എല്ലാ ദൈവമക്കളോടും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം കേൾപ്പിക്കപ്പെട്ട വചനത്തിനും വിലേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആമേൻ സമ്പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.